150 രൂപ, വെറും 150 രൂപ പെർ ഡേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ 10 വർഷം, 20 വർഷം, 30 വർഷം ഇത്രയും ടൈം ഹൊറൈസണിൽ എത്ര വെൽത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്, എൻ്റെ വീഡിയോ ഈ ചാനൽ കാണുന്നത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാനലിനകത്തുള്ള കോണ്ടന്റ് എല്ലാം നിങ്ങൾ കണ്ടു നോക്കണം. എക്കണോമിക്സ്, ഫൈനാൻസ്, ഓൺടർപ്രണർഷിപ്പ്, പോഡ്കാസ്റ്റ്, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് തോന്നും, അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് നമ്മുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 1-on-1 സെഷൻ വേണമെങ്കിൽ താഴെ ഞാൻ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒരു 2-3 ഡീറ്റെയിൽസ് മാത്രം ഫിൽ ചെയ്യുക. നിങ്ങൾ പുതിയൊരു ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങളൊരു എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു പോർട്ട്ഫോളിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതേ മീറ്റിംഗ് നിങ്ങൾ ചെയ്യണം. കാരണം ആ മീറ്റിംഗിനകത്ത് റിസർച്ച് അനലിസ്റ്റും കൂടി ഇൻവോൾവ് ആവും. ആ റിസർച്ച് അനലിസ്റ്റ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോന്റെ ഒരു കംപ്ലീറ്റ് റിസർച്ച് സ്റ്റഡി നടത്തിയിട്ട് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിന്റെ തൊട്ട് താഴെ എൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എക്കണോമിക്സ്, സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനത്തെ IPOs, അങ്ങനത്തെ പല കാര്യങ്ങൾ, റിസർച്ച് കാര്യങ്ങൾ, നമ്മുടെ റിസർച്ച് റിപ്പോർട്ട്സ് നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഇത് രണ്ടും ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ മറക്കരുത്. നേരെ നമുക്ക് സ്ക്രീനിലേക്ക് കിടക്കാം. സ്ക്രീനിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം 150 രൂപ ഒരു ദിവസം സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര വെൽത്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ 150 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ചായ കുടിക്കാൻ ഒരു ഷോപ്പിൽ കയറിയാൽ പോലും ഒരു 20 rupees, 25 rupees എങ്കിലും ആവും. അത് നമ്മൾ ഏത് ഷോപ്പിൽ കയറിയാലും, നമ്മളൊരു ടീ ഷോപ്പിൽ കയറിയ 25-30 rupees മിനിമം ആവും. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു സിഗരറ്റ് വലിക്കാനാണെങ്കിലും അതേ രീതിയിലുള്ള എക്സ്പെൻസ് നമ്മുടെ സ്പെൻഡ് ആവും. പക്ഷേ ഒരു 150 rupees എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മിനിമം വേജസ് നോക്കുകയാണെങ്കിൽ ഒരു ലേബർ അൺസ്കിൽഡ് ഏരിയയിൽ തന്നെ ഒരു 1000 to 1500 rupees ഡെയിലി ബേസിസിൽ ഒരു മിനിമം വേജസ് പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ട്. അപ്പോൾ 150 rupees എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രാക്ടിക്കലി പോസിബിൾ ഫോർ എവ്രി വൺ. ഒരു വർക്ക് ചെയ്യാൻ, ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് 150 rupees എന്ന് പറയുന്നത്. ആ 150 rupees നമുക്ക് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ, പുതിയ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര പേടിയാണ്. ഈ പൈസക്ക് എന്ത് പറ്റും എന്നൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി അവർക്കുണ്ട്. പക്ഷേ 150 rupees എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു എമൗണ്ട് ആണ്. അതിനകത്ത് എന്ത് പറ്റിയാൽ തന്നെ മാക്സിമം എന്ത് വരെയാണ് 150 rupees പോവുകയുള്ളൂ. അപ്പോൾ ഡെയിലി ബേസിസിൽ 150 rupees നമുക്ക് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എത്ര വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നറിയാം. നേരെ സ്ക്രീനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് മലയാളം എന്ന് മാത്രം ഒരു കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി. നമ്മൾ ഈ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് കിടക്കാം. കാൽക്കുലേറ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാം എത്രയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ കിടക്കാൻ ഡെയിലി 150 rupees ആണ് നമുക്ക് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനകത്ത് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ നിഫ്റ്റി ഒരു ആവറേജ് 12 to 14% എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 yearsൽ 12 to 14% റിട്ടേൺസ് നിഫ്റ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 12% മാത്രമാണ് കരുതാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ 10 years ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 10,58,000 rupees ആണ്. 12% അല്ല കേട്ടോ. അപ്പോൾ 10 yearsൽ നമ്മൾ 150 rupees എവറി ഡേ നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10,58,000. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ 150 rupees ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാൻ പോലും പോകുന്നില്ല നമ്മൾ പെട്രോൾ അടിച്ചത് എത്രയും പൈസ നമ്മൾ ഡെയിലി ബേസിൽ കളയുന്നു. അപ്പോൾ 150 rupees നമ്മൾ അക്കൗണ്ടിൽ പോയാൽ അക്കൗണ്ടിൽ നിന്ന് പോയാൽ നമ്മൾ അറിയാൻ പോലും പോകുന്നില്ല. അതൊരു ഇനീഷ്യൽ ഡേയ്സിൽ ചിലപ്പോൾ നമ്മൾ ഇതെന്ത് ഈ 150 rupees തോന്നുമായിരിക്കും. ബട്ട് ആസ് ആൻഡ് വെൻ ടൈം പ്രോഗ്രസ് അത് നമുക്ക് ഒരു നോർമൽ സിറ്റുവേഷനായി മാറും ചെയ്യും. ഇനി നമുക്ക് 20 years നോക്കാം. 20 years നോക്കുമ്പോഴത്തേക്കും 45 lakhs ആണ്. ഒന്ന് ആലോചിക്കുക, 10 years to 20 years ഡിഫറൻസ്. നമ്മൾ 10,58,000 കൊണ്ട് 45 lakhs ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും എമൗണ്ട് ആയിട്ട് അതാണ് ഈ കോമ്പൗണ്ടിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 30 years എങ്കിലും കൂടി നോക്കാം. 30 years നോക്കുമ്പോൾ 1,62 lakhs ആണ് നമ്മൾ അമാസ് ചെയ്യാൻ പോകുന്ന വെൽത്ത്. 1,62 lakhs 30 years. ഇപ്പോൾ നിങ്ങളൊരു 25 വയസ്സുള്ള ഒരാളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ 30 years എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. 25 വേണമെന്നില്ല, നിങ്ങളൊരു 35-40 വയസ്സുള്ള ഒരാളാണെങ്കിൽ പോലും 30 years നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം എത്ര ഡിഫറൻസ് ഈ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസിൽ വരാൻ പോകുന്നുണ്ട്. നമ്മൾ 12 or 15 ആണ് കൊടുക്കാൻ പോകുന്നത്. ലെറ്റ് us assume that the market is going to do really well. ഇനി കുറച്ച് നാളത്തേക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 10 yearsൽ മുമ്പ് 10,58,000 ആയിരുന്നു, അത് മാറി 12,70,000 ആയി. ഇനി 20 yearsൽ അത് 45 lakhs ആയിരുന്നു, ഇപ്പോൾ 69 lakhs, ക്ലോസ് ടു 70 lakhs ആയി. ഇനി
30 ഇയേഴ്സിൽ 3,24,00,000 ആയിരുന്നു. ആലോചിക്കും 15% റിട്ടേൺസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ഒരു 30 ഇയേഴ്സ് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് തരുമെങ്കിൽ 3,24,74,000 റുപ്പീസ് ആണ് നമ്മൾ അമാസ് ചെയ്യാൻ പോകുന്ന വെൽത്ത് വിത്ത് ജസ്റ്റ് an amount of 150 റുപ്പീസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എമൗണ്ടും ചെറിയ എമൗണ്ട് അല്ല. സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള മടിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. ഇപ്പോഴത്തെ ഈ ടെമ്പററി സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ നിങ്ങൾ നോക്കണ്ട. ഓവർ എ പീരീഡ് ഓഫ് ടൈം സ്റ്റോക്ക് മാർക്കറ്റ് വിൽ റിയലി ഡു വെൽ ഫോർ ഇറ്റ് സെൽഫ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, അല്ലാതെ വേറെ ഒന്നും ഇതിൽ നമുക്ക് പറയാനില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന്. അപ്പോൾ ഈ കാൽക്കുലേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. നിങ്ങൾക്ക് 1-on-1 മീറ്റിംഗ് വേണമെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ റിസർച്ച് അനലിസ്റ്റ് NISM രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റിൻ്റെ ഇൻഡെപ്ത് അനാലിസിസ് വേണമെങ്കിലും ആ 1-on-1 ഫോം ഫില്ല് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തോമസ് വർഗീസ് സൈനിങ് ഓഫ്. ബൈ.